ഫുഡൊക്കെ കഴിച്ച് കേസ് എന്തൊക്കെയാണ് വേടാ നീ കണ്ടോ? വെറുതെ എല്ലാ ചാനൽക്കൂടെ സാധനം പറഞ്ഞു പോയാ നിങ്ങൾ കിളിയായിരുന്നില്ലേ? ആയിക്കൂടെ അങ്ങനെ പാറിപ്പോയി. എടാ അത് ഞാനുണ്ട് കറക്റ്റായിട്ടുള്ള കുറെ പേർക്ക് ഇപ്പൊ കറക്റ്റായിരുന്നു പോയി ഇടയ്ക്ക് അയ്യോ അയ്യോ കുളിക്കണോ അല്ലേ? പിന്നെ ആ വേണം അല്ലേ കുളിക്കണ്ട. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ റൂം കണ്ടാ ഉറക്കം വരും, എണീക്കാനൊന്നും തോന്നില്ല. പക്ഷെ വന്ന പർപ്പസ് ഇറക്കണ്ടേ? വേണ്ട അത് നാളെ ആവട്ടല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടാവട്ടെ. അങ്ങനെ ബാഗല്ല ബാഗ് ചെയ്ത് യാത്ര തുടങ്ങും. ഇനി വീട്ടിൽ കയറണം. 20-ാം തീയതി കഴിഞ്ഞിട്ട് 2 ദിവസം ആകെ വീട്ടിൽ കയറി. മിസ് ചെയ്തതല്ല, നല്ല രസം. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ കാറാണ്. 2 ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര രസം. പക്ഷെ കുഴപ്പമില്ല, കാലത്ത് തന്നെയാണ് ഫുൾ ടൈം. So let's go to the show. അങ്ങനെ പക്കരാം. So let's go. പോവുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് കൊള്ളാം. അയ്യോ ഇതാൽക്ക എന്ത് പരിപാടി? ചേട്ടാ ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ആ ഗ്യാപ്പിൽ എഡിറ്റിംഗ് ചെയ്യണം, എന്തൊക്കെ പണിയാണ്. വണ്ടി ഓടിക്കണം, കീബോർഡ് വയ്ക്കണം, കീബോർഡ് സെറ്റ് ചെയ്യണം, ഊരണം. മനസ്സിനല്ല പിള്ളേ, കഷ്ടപ്പെട്ട് ഈ ദിവസം തീർക്കാൻ കഴിയുള്ളൂ. അതെ നീ കിടക്കണേ കഷ്ടപ്പെടുന്നത്. യെസ് ബോസ്, ഐ ആം റെഡി ടു കഷ്ടപ്പെടുന്നത് ഇൻ 2026. ആരെ കിട്ടാട്ടാ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നീ പോയിട്ടില്ലേ? ഇല്ല. എന്തുണ്ടാ? എന്തുണ്ട്? ഇപ്പോഴാണ് കണ്ടത്. After such a long time, I put a mask because കഴിഞ്ഞ സീസണിലല്ലടാ, കഴിഞ്ഞ സീസണിലെ 10-15 പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡിസംബറിലല്ലേ? 15 ഒരു 8 അല്ല, ഞാൻ എനിക്ക് എത്ര ശേഷം കാരണം ആ സമയത്ത് വന്നിട്ട് പിന്നെ പോന്നിട്ടില്ല. ഒറ്റ സ്ട്രക്ചറിലിട്ട് അതിനിടയ്ക്ക് കഴിഞ്ഞടാ. ഔട്ട് 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 പിച്ച് ഔട്ട് എഡിറ്റിങ് ഔട്ട് 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 എടാ ഒരു ഹെൽപ്പ് ചെയ്യോ? താഴത്തോട്ട് വരുമോ? ഒരു ഹെൽപ്പല്ല, ഒരു 5 ഹെൽപ്പ് പറയണം, എന്നാലും ചെയ്യില്ല. ഒരു ഹെൽപ്പ് ചെയ്യില്ല. താഴത്തോട്ട് ചാർജർ വീട്ടും മതിയാവുള്ള മോളെ പോയി സെറ്റ് ചെയ്യട്ടെ. എന്തോന്ന് ഇതായിരുന്നു 10,000 രൂപയുടെ. എന്ത് റിച്ചുക്കാലേ നിങ്ങൾ രണ്ടുപേരും കോടീശ്വരൻ നിന്റെ കുട്ടികളെ രാവിലെ തന്നെ ഇല്ലാതാക്കാൻ നോക്കണ്ട. ഇതാരി അതെന്താന്നോ? പശുമ്പാ നമ്മളൊക്കെ ഉണ്ടായിരുന്നുല്ലേ? നമ്മളൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊന്നും വിളിച്ചില്ല. അതെങ്ങനെയാണല്ലോ കാണൂല, വിളിക്കാനല്ലേ? എനിക്ക് ചോദിക്കാൻ പറയാൻ ആൾക്കാരുണ്ട്. ഇതാ ഇവര്.
ഷാപ്പിലിട്ടാ നമ്മളൊക്കെ വിളിക്കാം അടി കിട്ടില്ല നമ്മളൊക്കെ വിളിക്കാം ടീമൊക്കെ നമ്മളൊന്നും വേണ്ടല്ല ഒറ്റക്കാക്കി പോയത് ഒറ്റക്കാക്കി പോയത് നീലക്കുയിൽ ഇറങ്ങിയിട്ടുണ്ട് കുയില് ഫ്രൈ ആയി ഇല്ല വെക്കൂല ഞാൻ പോയി അനുസരിച്ചോളാം പ്ലേറ്റുമായി കൈ കഴിക്കാൻ വന്ന Let's go. ചെറുത്താലും കൂടെ കൂട്ടിയാ പിന്നെ ടീം മാറി ടീം അമ്പോ ഇന്ന് കത്തും ടീമായി നീ വലിയ ടീമില്ലേ ആദ്യം അതെ പാപ്പത്തിന്റെ കൈ ഹായ് പേരെന്തായിരുന്നു ബിലാൽ നിന്നൊക്കെ അവിടെ കല്യാണം വിളിച്ച് നോക്കിയാണല്ലേ ഒരു പാടം അടിപൊളി Let's go, guys. അതെയാ പൊളിക്കൂ നമ്മ വീഡിയോടാ come on let's go ട്രിക്സ് ആൻഡ് ഡാൻസ് ഡാൻസിന് തിയറി ഉണ്ട്, പഠിക്കുന്നതിന് ഒരു തിയറി ഉണ്ട്. അടുത്ത മുദ്രയുടെ ശരിക്കും മേലേക്കാണ്, അടുത്ത മുദ്ര താഴേക്കായിരിക്കും. അങ്ങനെ ഡാൻസ് കളിക്കും. ഇതൊരു പ്ലാൻ. എന്നാ ഒന്ന് പാടവാ വളർന്നു വരും സലീലിനെ കണ്ടു ഞാൻ അവരുടെ സുന്ദരമാ പോലെ സുഭഗവും കണ്ടേ
നമുക്ക് എടുത്ത് പോലാക്കാം. عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك രൺബീർ കപൂർ ചായക്കടയിൽ തലശ്ശേരി വിത്ത് കരീന കപൂർ. ഇവിടെ ഐശ്വര്യ റായ്, കാജൽ. അപ്പൊ ഞാനോ എനിക്ക് വേറെ രൺബീർ കപൂർ ജ്യൂസ് കുടിക്കുകയാണ് ഗൈസ്. മോനെ ഇന്ന് നമ്മുടെ റിയാനാന്റെ 29th ബർത്ത്ഡേ കഴിഞ്ഞ് 30th കിടക്കാണ്. അതൊന്നുമില്ല, ദിസ് ഇസ് ദ പാർട്ടി ഫോർ റിയാന. ഹാപ്പി ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ റിയാനയുടെ 35ാമത്തെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു കണ്ടാൽ 30 തോന്നിക്കെങ്കിലും തലശ്ശേരി ഒരു ചാടയും കല്ലുമ്മക്കായി മുറിച്ച് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. പക്ഷേ ഇതെനിക്കുള്ളതാണ്. അതിലുള്ള കല്ലുമ്മക്കായിന്റെ ഇറച്ചി ഞാൻ തിന്നിന്. ഇറച്ചി പോയി വാങ്ങി. Okay, bye guys. Will you vlog? Yes, Bilal vlog. Bye bye. Okay. 10ാം തീയതി കാണാം. അപ്പോൾ 10 എടുക്കണ്ട. ചെക്കൻ സൈഡായി പൈസയുണ്ടായി പൈസയുണ്ട് കാരണം സൈഡായി നീളം ചിരിക്കുന്നടാ എന്റെ ചെക്കനെ സൈഡാക്കിട്ട്. ഇവനെല്ലാം എന്താ ചെയ്യണ്ടേ? എനിക്കല്ലെങ്കിലും ഒരു ഇത് കൂടുതലാ. കഴിച്ചില്ലായി ജസ്റ്റ് മിസ്സിനെ കയറി കാറിലൊക്കെ ഇതില്ലേ. അളി എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുക. എന്തോരം സീരാ, എന്തോരം കഷ്ടപ്പാടുകളാ സഹിച്ചതിന്ന്. താങ്ക് യു സോ മച്ച്. നീ വെച്ചെങ്കിൽ ഞാനൊന്നും പറഞ്ഞോ. ഞാൻ പറഞ്ഞോളാം ഞങ്ങൾ ഓടി പറിച്ച് പോലടാ പിടിച്ചു നിർത്തിയാൽ നീ കൊച്ചിയിലിറങ്ങി. ഓക്കെടാ, ബൈഡാ, താങ്ക്സ് ഫോർ എവറിത്തിങ്.
ഓ രക്ഷകൻ അജിനാസ്. അപ്പൊ ഓക്കെ മുത്തേ ബൈ, കാണാം. ഇനി കുറച്ചേക്കടാ, നീ എടുത്തിട്ട് വേണ്ട. ഇവരൊന്നും ഏൽപ്പിക്കാൻ കൊള്ളൂല, ഇവരടിച്ചു മാറ്റും. അയ്യോ ഇവിടെ ആരും ഇറങ്ങല്ലേ. പോടാ ഇണ്ടാ ആണ് ലോക്കൽ സീറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നതാട്ടാ. അപ്പോൾ കുറേ പിള്ളേർ ടൂറും കഴിഞ്ഞാൽ തിരിച്ചു വരാം. അങ്ങനെ കോഴിക്കോട് ഇവിടേക്ക് ആ പിള്ളേരൊക്കെ ഇറങ്ങി. അങ്ങനെ ട്രെയിനിൽ കുറേ സീറ്റായിട്ട്. അപ്പോൾ പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അറിയാലോ, എപ്പോഴും തിരക്കാണ് ഇവിടെ. കൂടാതെ കുറേ സ്വാമിമാരുണ്ടായിട്ട് നമ്മുടെ കൂടെ, അവരുടെ പാട്ടാണ് ഈ കേൾക്കുന്നത്. കാറ് പാർക്ക് ചെയ്ത് വന്നപ്പോൾ ട്രെയിൻ കിടക്കണം. പിന്നെ ഒന്നും നോക്കില്ല, റെയിലിൽ കൂടെ തന്നെ ഇറങ്ങി അങ്ങനെ കീബോർഡൊക്കെ എടുത്തിട്ട് ഓടി കയറിയതായിട്ട് ഇതിൽ. അജനാസാണെങ്കിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സുഖമായി, ഇല്ലെങ്കിൽ ഞാൻ പെട്ട് വീണേട്ടാ. പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ടാ, വേറെ ഒന്നും നോക്കിയില്ല. ടിക്കറ്റ് ആണെങ്കിൽ ലോക്കൽ ടിക്കറ്റാണ് എൻ്റെ ഉള്ളത്. കോഴിക്കോട് കഴിഞ്ഞ പിന്നെ ഒട്ടും തിരക്കില്ല കേട്ടാ, ഒരു സുഖമായിരുന്നു യാത്ര. കൊച്ചി എയർപോർട്ട് എത്തി മക്കളെ. അങ്ങനെ നമുക്ക് ഇറങ്ങുന്ന സ്ഥലമായി. ഇതാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഒരു യൂബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക്. ഞാൻ പച്ച വെള്ളം കുടിച്ചുള്ള എത്ര നേരമായിട്ട് അവിടെ നിന്ന് കേട്ട് അഞ്ചരക്കായിട്ട് ഇരുന്നതാണ്. നമുക്ക് ഈ ട്രെയിനിൽ ചെറിയ പേടിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് പിന്നെ അത്ര ഇതായാലും കഴിക്കും, പക്ഷെ സഹിക്കബിളായിരുന്നു. കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ കുളിച്ച് ഫ്രഷായി ലൈറ്റായിട്ടൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. നൈറ്റായിട്ട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, ഒരു ഷേക്കും ഒരു സാലഡും പറഞ്ഞ്. അങ്ങനെ ഈ സമയത്തിരുന്ന് കുടുംബശ്രീയുടെ കണക്ക് നോക്കുന്ന ഉമ്മയാണ് കാണുന്നേട്ടാ. ഉമ്മ എപ്പോഴും കണക്ക് നോക്കിയാലും തെറ്റിപ്പോവും, അതിൻ്റെ ടെൻഷൻ ഇരിക്കുക. കഴിയോ പക്ഷേ ഞാൻ പറഞ്ഞിട്ടേ ആഫ്റ്റർ ലോങ് ടൈം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. Yes guys, okay. That's a go. Good night.